അഗ്നിസാക്ഷി ഭാഗം 13. സിറ്റൗട്ടിലെത്തിയതും കാശി നിന്ന് കിതച്ചു. എന്താണ് താനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയത്? തനിക്ക് തന്നിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയാണോ? അവൻ വല്ലാത്ത പരവേശം തോന്നി. നേടി ചെന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചു. ശ്രീപാർവതിയെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതിനാൽ കുറച്ച് സമയം അവൻ വരാന്തയിൽ തന്നെ ഇരുന്നു. പിന്നെ പതിയെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. കട്ടിലിൻ്റെ ഓരത്തായി പാർവതി ഉറക്കം പിടിച്ചിരുന്നു. അവൻ പതിയെ അവളുടെ അരികിലേക്ക് ചെന്നു. ശാന്തമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി. കുറച്ചു സമയം കണ്ണെടുക്കാതെ അവളെ നോക്കി നിൽക്കെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പാറു, എന്നോട് ക്ഷമിക്കണം. ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാൻ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് എനിക്ക് നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. അന്നു മുതൽ നിന്നെ വീണ്ടും കാണുന്ന നിമിഷം വരെ മനസ്സമാധാനത്തോടെ ഞാൻ ഉറങ്ങിയിട്ടില്ല. നീ എന്നും എൻ്റെ ഉള്ളിൽ ഒരു നോവായി ഉണ്ടായിരുന്നു. ഇപ്പോൾ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സത്യത്തിൽ സന്തോഷമാണോ സങ്കടമാണോ എനിക്കിന്ന് പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം ഞാൻ വീണ്ടും ആ പഴയ കാശിനാഥനാവുകയാണെന്ന്. നഷ്ടപ്പെടുത്തിയത് എന്തൊക്കെ തിരികെ നേടിയിരിക്കുകയാണ് ഞാനെന്ന്. അതും പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ കട്ടിലിൻ്റെ മറ്റേ അറ്റത്ത് ചെന്ന് കിടന്നു. അവൻ കിടന്നതും പാർവതി കണ്ണുകൾ തുറന്ന് തിരിഞ്ഞ് അവനെ നോക്കി. അവളുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? കാശിനാഥൻ്റെ ഈ മനസ്സിൽ ഇന്നും ഈ ശ്രീപാർവതി ഉണ്ടോ? അവൾ അവളോട് തന്നെ ചോദിച്ചു. ജോഗിംഗ് വേഷത്തിൽ ജിതൻ മുറ്റത്തേക്കിറങ്ങി 1-2 കസർത്ത് കാണിച്ചതിന് ശേഷം അവൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് ജിത്തു എന്ന് പറഞ്ഞത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഓടിക്കൊണ്ടുവരുന്ന കാശിനാഥനെ കണ്ട് അവനൊന്ന് അമ്പരന്നു. നീ ഇന്ന് നേരത്തെയാണല്ലോ, എന്തു പറ്റി? ജിതൻ പെട്ടെന്ന് ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ അവൻ കുഴങ്ങി. അത് പിന്നെ 4 മണിയായപ്പോൾ ഉറക്കം ഞെട്ടി. പിന്നെ ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് വേഗം എഴുന്നേറ്റിങ്ങ് പോന്നു. കാശിനാഥൻ വായിൽ തോന്നിയ ഒരു കള്ളം പറഞ്ഞു. ജിതൻ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. നീ തന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല, നീ വാ. അത് പറഞ്ഞ് ജിതൻ നടന്നു. ആശ്വാസത്തോടെ അവനും പിന്നാലെ ചെന്നു. ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കടന്നപ്പോൾ കാശിക്ക് എന്തെന്നില്ലാത്ത ആശങ്ക തോന്നി. ഈശ്വര, ഇന്നലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ആ കാന്താരി എന്നെ ചിത്രവധം ചെയ്യുമോ എന്തോ. ഭഗവാനെ, ആ തടയിൽ നിന്ന് എന്നെ ഒന്ന് കാത്തോണേ. നെഞ്ചിൽ കൈവച്ച് അവൻ പറഞ്ഞു. പിന്നെ ശ്വാസം വലിച്ചുവിട്ട് മൂളിപ്പാട്ടും പാടി അകത്തേക്ക് നടന്നു. പരിസരമൊന്നും വീക്ഷിച്ച ശേഷം അവൻ വേഗം മുറിയിലേക്ക് ബാത്റൂമിൽ കയറി കതകടച്ചു. കുറച്ചു സമയം അകത്ത് പാർവതിയുടെ കാൽപ്പെരുമാറ്റം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ഇല്ലെന്ന് മനസ്സിലായതും അവൻ കുളിക്കാൻ തുടങ്ങി. കുളിക്കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ആരോ മുറിയിലേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ടത്. അവനൊന്ന് പരിഭ്രമിച്ചു. ഈശ്വര, അവൾ വരുന്നുണ്ടല്ലോ, എവിടെയോ ഒന്ന് ഒളിക്കുക. അവൻ പരവേശത്തോടെ ചുറ്റും നോക്കി. ചായയുമായി അകത്തേക്ക് വന്ന രോഹിണി അവൻ്റെ കളി കണ്ട് അന്തം വിട്ടു. നീ എന്താ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നേ? പോലീസ് അസോസിയേഷൻ്റെ വക വല്ല ഡാൻസ് മത്സരമുണ്ടോ? രോഹിണിയുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. അമ്മായിയോ? എന്താ ഇവിടെ? അതും ജോഗിങ് കഴിഞ്ഞ് വന്നോണ്ട് നിനക്ക് ചായ വേണ്ടേ? ഇതാ പിടി, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അതും പറഞ്ഞ് ചായക്കപ്പ് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് രോഹിണി തിരിഞ്ഞ് നടന്നു. അവന് ആശ്വാസം തോന്നി. പിന്നെ ചായ കുടിച്ചു. ഇതെന്താ ഒരു രുചി വ്യത്യാസം? പാറുവല്ലേ ഇന്ന് ചായ ഉണ്ടാക്കിയത്? അവൻ ആലോചിച്ചു. പിന്നെ ചായക്കപ്പ് അവിടെ വെച്ചു. കുറച്ച് സമയം അവൻ അവിടെ ഇരുന്നു. അവളെവിടെ ഇല്ലേ? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി ഇന്നലത്തെ സംഭവം കാരണം അവൾ പോയിക്കാണോ? അവൻ ഞെട്ടിലോട് ഓർത്തു. അവൻ എഴുന്നേറ്റ് ചെന്ന് ഷെൽഫ് തുറന്ന് നോക്കി. അവൻ ആശ്വാസമായി. അവളുടെ ബാഗും ഡ്രസ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അവൻ ആശ്വാസത്തോടെ ഓർത്തു. കുറച്ച് സമയം കൂടി അവിടെ അങ്ങനെ ഇരുന്ന ശേഷം അവൻ എഴുന്നേറ്റ് വേഗം വേഷം മാറി ഭക്ഷണം കഴിക്കാൻ ചെന്നു. ഡൈനിങ് ഹാളിൽ അമ്മയും അമ്മായിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീണ അടുക്കളയിൽ എന്തോ പണിയിലായിരുന്നു. അമ്മേ, ഭക്ഷണം എടുത്തേക്ക്, എനിക്ക് വേഗം പോകണം. അവൻ ഒളിക്കണ്ടിട്ട് അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് അല്പം ഉറക്കെ പറഞ്ഞു. അത് കേട്ടതും യശോദ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും കറിയും എടുത്തുകൊണ്ട് വീണ അടുക്കളയിൽ നിന്ന് വന്നു. പാറുവിന് പകരം വീണയെ കണ്ട് അവൻ്റെ മുഖത്ത് ചിരി പാഞ്ഞു. അവൾ പ്ലേറ്റിലേക്ക് ഇഡലിയും സാമ്പാറും വിളമ്പി. അവൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇടയ്ക്കിടെ അവൻ അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്താ കാശി, നിനക്കെന്തെങ്കിലും വേണോ?
അവനെ നോട്ടം കണ്ട് രോഹിണി ചോദിച്ചു. ഏയ് ഒന്നും വേണ്ട അമ്മായി. പിന്നെ നീ എന്താ അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് പിന്നെ ഉണ്ണിക്കുട്ടനെ എവിടെ കണ്ടില്ലല്ലോ അവനെ. അവൻ പെട്ടെന്ന് പറഞ്ഞു. ഓ, അവൻ പാർവതിയുടെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. അമ്മായി പറഞ്ഞത് കേട്ട് അവന് തെല്ല ആശ്വാസം തോന്നി. അവൻ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നതും ഗേറ്റ് കടന്ന് ഉണ്ണിക്കുട്ടൻ ഓടി വന്നു. അച്ഛാ, ഉണ്ണിക്കുട്ട ഓടി വന്ന് ഉണ്ണിക്കുട്ടനെ എടുത്തു. മോനിത് എവിടെ പോയതാ? അച്ഛ ഇന്ന് പുതിയ സ്ഥലത്ത് ജോലിക്ക് ചേരുന്നതല്ല, അതുകൊണ്ട് അച്ഛയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെറിയമ്മയുടെ കൂടെ മോൻ അമ്പലത്തിൽ പോയതാ. അവൻ കുണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ആണോ? അച്ഛയൊരു പൊന്നു മോൻ. അതും പറഞ്ഞ് അവൻ ഉണ്ണിക്കുട്ടൻ്റെ കവളിൽ ഉമ്മ വെച്ചു. അവന് തിരിച്ച് ഉമ്മ കൊടുത്തു. പിന്നെ താഴെ ഇറങ്ങി അകത്തേക്ക് ഓടി. പാർവതി അവൻ്റെ അരികിലേക്ക് ചെന്നു. അവൾ എന്തെങ്കിലും ചോദിക്കുമെന്നോർത്ത് അവൻ്റെ നെഞ്ചിടിപ്പേറി. മടിച്ച് അവൻ അവളെ നോക്കി. തുടരും.